ഈ രണ്ട് സ്റ്റേറ്റുകളെക്കുറിച്ച് ശ്രീലാൽ, കാരണം 64 നിലവിൽ 19 ആ മുന്നണിക്ക്, NDA മുന്നണിക്ക് അത് സീറ്റ് കുറയാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുള്ളത്. അത് 50 വരെയൊക്കെ ആകാം, 50-നും 60-നും ഇടയിലാകാം, അല്ലെങ്കിൽ 62-ൽ നിന്ന് താഴേക്ക് വരാം എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ 62 കടന്ന് 70-ലേക്ക് പോകുമെന്ന നിലയിലാണ് അതേക്കുറിച്ച് ഇപ്പോൾ റിപ്പബ്ലിക് TV ആണ് പറയുന്നത്. മറുഭാഗത്ത് മഹാരാഷ്ട്രയെക്കുറിച്ചുമുള്ള ഈ എക്സിറ്റ് പോൾ ഏറ്റെടുക്കാൻ, വിശ്വസിക്കാൻ ശ്രീലാലിന് കഴിയുന്നുണ്ടോ? നേരത്തെ ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ മഹാരാഷ്ട്രയിലുള്ള ഈ എക്സിറ്റ് പോൾ അത് കുറച്ച് അല്പം അതിശയോക്തി കലർന്നത് തന്നെയാണ്. കാരണം നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ മനസ്സിലാക്കിയത് അവിടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന യഥാർത്ഥ ശിവസേനയായി മടങ്ങി വരും. അതിനുള്ള കാരണങ്ങൾ വളരെ വലുതായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെ NCP കൂടുതൽ ഒരുവിധം അവരുടെ നിലനിർത്തിക്കൊണ്ടു പോകും. പിരിഞ്ഞുവെങ്കിലും അജിത് പവാർ പിരിഞ്ഞു പോയെങ്കിലും അവരെ നിലനിർത്തും, അവരുടെ നിലയിൽ തുടരും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ കോൺഗ്രസ് ഒരുവിധം ഈ രണ്ട് സഖ്യങ്ങളുടെ ചേർന്ന് മത്സരിക്കുന്നുണ്ട്, കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്നുള്ളതായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് പോകുന്നതല്ല എന്നുള്ള വാസ്തവമാണ്. അത് നേരത്തെ തന്നെ വ്യക്തമായതുമാണ്. കാരണം അതുകൊണ്ടാണ് ആ 2-3% ഉണ്ടാകുന്ന കുറവ് നികത്താനാണ് MNSനെ എല്ലാം പോയി പ്രധാനമന്ത്രി തന്നെ അമിത്ഷാ തന്നെ ചർച്ച ചെയ്ത് MNSനെ എല്ലാം രാജ് താക്കറെ എല്ലാം ഈ NDAയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രീലാലിൽ ഞാൻ വരാം. ഒരു തിരുത്തു വരുത്തിയിരിക്കുന്നു. ടൈംസ് നൗ തിരുത്തി. ഞാൻ കേരളത്തിൽ LDFന് എത്ര എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ടൈംസ് നൗ ഇങ്ങനെയെന്നാണ് കാണിച്ചത്. ഇപ്പോൾ ടൈംസ് നൗ അത് 4 എന്ന നിലയിൽ കാണിക്കുന്നു. എന്തോ UDF 14 മുതൽ 15 വരെ എന്ന് പറയുന്നു, BJP 1 എന്ന് പറയുന്നു. നേരത്തെ 1 മുതൽ 3 വരെ എന്നൊക്കെ കണ്ടു. നമ്മളൊരു സിനിമ പേര് കേട്ടിട്ടുണ്ട് 1 മുതൽ 0 വരെ എന്ന്. പക്ഷേ ഇത് 1 മുതൽ 3 വരെ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 1 എന്ന് എഴുതുന്നു. ശ്രീലാൽ, ഏതായാലും ടൈംസ് നൗവിന് ഒരല്പം നേരം വെളുത്തു തുടങ്ങിയെന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ അല്പം എവിടെയോ പെശകുണ്ടെന്ന് തോന്നിയിട്ടാണോന്ന് അറിയില്ല. 4 എന്ന് കാണിക്കും. കേരളത്തിന് തമിഴ്നാടിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. നാഷണൽ ചാനലുകളിൽ എന്തായാലും 1 തൊട്ട് 3 വരെയോ അല്ലെങ്കിൽ 1 തൊട്ട് 2 വരെയോ ഒക്കെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ നേരത്തെ അത് അങ്ങനെ തന്നെ കൊടുക്കും. അതൊരു തിയറിയാണ്. പക്ഷേ ടൈംസ് നൗ 1 എന്നിട്ടും 1 ഒരു സീറ്റ് ഉറപ്പ്. 0-ന് പകരം 1 അത് അങ്ങനെ ഉണ്ടാകും. അത് എല്ലാ നാഷണൽ ചാനൽ ഏത് ചാനൽ എടുത്ത് നോക്കിയാലും നാളെ രാവിലെ നമ്മൾ എല്ലാ ചാനലിൻ്റെയും വന്ന ശേഷം നോക്കിക്കോളൂ. 1 മുതൽ 2, 2 മുതൽ 3, 3 മുതൽ 4 തമിഴ്നാട്ടിലും കേരളത്തിലും ഇതുണ്ടാകും. റിയാലിറ്റി വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഷാജി ജോസഫ് ഒരുപാട് തവണ പല ചർച്ചകളിലും നിങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ, ഉത്തരേന്ത്യൻ രാഷ്ട്രീയവും അവിടെ മാധ്യമപ്രവർത്തനം നടത്തിയവരൊക്കെ, മലയാളികളായിട്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടത് മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ശ്രീലാലിനും സൂചിപ്പിച്ചത്, മഹാരാഷ്ട്രയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടെ ആ മുന്നണി വളരെ ഏകോപിതമായി പ്രവർത്തിച്ചു. NCP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുണ്ട്, മറുഭാഗത്ത് ഫഡ്നാവിസൊക്കെ നയിക്കുന്ന BJP, ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെ. പക്ഷേ ഇപ്പോൾ സർവേയിൽ ചില കൂട്ടരൊക്കെ പറയുമ്പോൾ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. BJP മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മുന്നോട്ട് പോകുന്നതാണല്ലോ പറയുന്നത്. ഷാജി ജോസഫ് വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റി ശ്രീലാൽ പറഞ്ഞതുപോലെ BJPക്ക് എതിരാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറാഠി ആയ ആളുകളോട് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ NCPയെയും ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയായിരുന്ന ശിവസേനയെ പിളർത്തിയതോടുകൂടി ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന വോട്ടിങ്ങിൽ ചേർത്ത് ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ നിങ്ങൾ ജൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു ഏജൻസിയെ കുറിച്ച് പറഞ്ഞു. ജൻ കി ബാത്ത് എന്ന് പറയുന്ന ഏജൻസി പ്രദീപ് ഭണ്ഡാരി എന്ന് പറയുന്ന റിപ്പബ്ലിക് TVയിൽ ഉണ്ടായിരുന്നു. എന്നാലും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചു എന്നതിന്റെ പേരിൽ അർണബ് ഗോസ്വാമിയുടെ ഏജൻസി അല്ലെങ്കിൽ ചാനലിൽ നിന്നും പിരിഞ്ഞുപോയി സ്വന്തമായിട്ട് ഒരു പരിപാടി തുടങ്ങിയ ആളാണ്. ഈ ചാനൽ, ഈ ഒരു ഏജൻസി എന്ന് പറയുന്നതൊക്കെ കൊണ്ടുവരുന്ന പ്രവചനങ്ങളൊന്നും ഒരു കാരണവശാലും ഗൗരവമായി എടുക്കുന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും പല സംസ്ഥാനങ്ങളിൽ ഈ ഷാജി ജോസഫ് ജൻ കി ബാത്തിനെ പരിചയപ്പെടുത്തി നന്നായി. അല്ല, ഷാജി ജോസഫ് ജൻ കി ബാത്തിനെ പരിചയപ്പെടുത്തിയതും കൂടി നന്നായി. ആ പേരിനുമുണ്ടൊരു സാമ്യം. അല്ല, അതെ, എനിക്ക് സത്യത്തിൽ ശരി വന്നത് നിങ്ങൾ അതിനോടൊപ്പം മൻ കി ബാത്ത് ആണോ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന്, ശരത്തിന് അറിയാമെന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിച്ചതിൽ നിന്നും ഒത്തിരി വ്യത്യാസത്തിലൊന്നും അല്ല കാര്യങ്ങൾ. ജൻ കി ബാത്ത് എന്ന് പറയുന്ന അതിന്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ഈ പ്രദീപ് ഭണ്ഡാരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഏജൻസികളുടെ ഒരു പ്രവചനത്തെയും ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം മഹാരാഷ്ട്രയെ കുറിച്ച് എന്താണ് പറഞ്ഞത്. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു എക്കൈലസ് ഹീലായി മാറും എന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിലെ മാധ്യമപ്രവർത്തകരും അവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും ഈ തെരഞ്ഞെടുപ്പിലെ ഓരോ ഘട്ടത്തിലും അവിടുത്തെ വോട്ടിംഗ് മനസ്സിലാക്കുന്ന ആളുകൾ പറഞ്ഞത്.
BJPക്ക്, പ്രത്യേകിച്ച് BJPയുടെ സഖ്യകക്ഷികളായ ശിവസേന, ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും അതുപോലെ തന്നെ അജിത് പവാറിന്റെ NCPക്കും അടിതെറ്റുമെന്നുള്ള കാര്യത്തിൽ